ഓക്കെ, ശ്രീ ഹൃദയരാജൻ, താങ്കളിലേക്ക് എത്താം. ഡോക്ടർ മോഹൻ വർഗീസ് ഉണ്ട് ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ. ശ്രീ മോഹൻ വർഗീസ്, താങ്കളൊരു കോളേജ് അധ്യാപകൻ ആയിരുന്നല്ലോ, അതും ഈ പറഞ്ഞ മേഖലയിലൊക്കെ തന്നെ. അപ്പോൾ ഈ അന്ന് കണ്ട വിദ്യാർത്ഥികളിൽ നിന്ന് ഇപ്പോൾ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ മാത്സിലോ ഒക്കെ വലിയ, അതായത് സയൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇടി നടന്ന സമയമുണ്ട് ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ മാറി ഒഴിഞ്ഞ സീറ്റുകൾ ഇങ്ങനെ അനവധിയായി കിടക്കുകയാണ് കേരളത്തിലെ പല സർവകലാശാലകളിലും. 45% കണ്ണൂർ സർവകലാശാലയിൽ ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റുകൾ, 36 കാലിക്കറ്റിൽ, 40 മഹാത്മാഗാന്ധിയിൽ, കേരള സർവകലാശാലയിൽ 25% സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. സംസ്ഥാനത്തെ ഈ വിദ്യാഭ്യാസ സംവിധാനം അത്ര മോശമൊന്നുമല്ലല്ലോ, നമുക്കറിയാവുന്നതാണ്, കാലോചിതമായി പരിഷ്കരിക്കപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു കാരണം എന്താണ്? ഇങ്ങനെ വിദേശത്തേക്ക് പോവുക എന്നുള്ള ലക്ഷ്യം, അത് ഒരു മധ്യവർഗ ജീവിതമെങ്കിലും സാധ്യമാകുന്ന തരത്തിൽ ഉള്ള ഒരു ശമ്പളം, അത്തരത്തിൽ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥ കേരളത്തിൽ ഇല്ല എന്നുള്ളൊരു ബോധ്യമായിരിക്കില്ലേ കുട്ടികൾക്ക് ഇങ്ങനെ വിദേശത്തേക്ക് പറക്കാനുള്ള ആഗ്രഹത്തെ ത്വരിതപ്പെടുത്തുന്നത്? അങ്ങനെയുള്ള ബോധ്യമാകാനുള്ള സാധ്യത കാണുന്നത്. കാരണം ദീർഘമായ 33 വർഷം തിരുവല്ലയിലെ മാർത്തോമ കോളേജിൽ അധ്യാപകനായിരുന്നു, രാഷ്ട്രമീമാംസ അധ്യാപകനായിരുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലഘട്ടങ്ങളിൽ കോളേജ് അഡ്മിഷന് വേണ്ടി ഉള്ള വലിയ തിക്കും തിരക്കും നേരിട്ട് കാണാനുള്ള അനുഭവം ഉണ്ടായ ഒരാൾ കൂടിയാണ് ഞാൻ. പക്ഷെ ഇപ്പോൾ റിട്ടയർമെന്റിന് ശേഷം ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സംഭവിച്ച അതിഭീകരമായ കൊഴിഞ്ഞുപോക്ക്, ഈ കോളേജുകളിൽ വിദ്യാർത്ഥികൾ അക്രോസ് ദ ഫ്രോണ്ടിയർ, തിരുവല്ലയിൽ മാത്രമല്ല മധ്യ തിരുവിതാംകൂറിലെ മിക്കവാറും എല്ലാ കോളേജുകളിലെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. എന്തുകൊണ്ട് കുട്ടികൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കുട്ടികൾ ഇവിടെ നിൽക്കുന്നില്ല. ഒന്നുകിൽ ജനസംഖ്യ കുറയുന്നു, അല്ല എങ്കിൽ അവരിവിടെ നിൽക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന യാതൊന്നും തന്നെ ഇല്ല. ഒന്ന്, നമ്മുടെ പഠന സംവിധാനത്തിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും ശോചനീയമായ അവസ്ഥയാണ് ഒരു കാരണം. അവരെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സിൽ കലാലയങ്ങളിലേക്ക്, കോളേജുകളിലേക്ക് പ്രവേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് ചേരുന്ന കോഴ്സുകൾ ലഭ്യമല്ല എന്ന് മാത്രമല്ല, കോഴ്സിന് ശേഷം ഒരു എംപ്ലോയബിലിറ്റി, അവർക്ക് തൊഴിൽ കണ്ടെത്താനുള്ള സാധ്യതകൾ വളരെ വിരളമാണ് എന്നതുകൊണ്ട് മനസ്സ് മടുപ്പിക്കുന്ന ഒരു അനുഭവമായി മാറുന്നു കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസം. അങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി സ്റ്റേജിന് ശേഷം വിദ്യാർത്ഥികൾ വലിയ തോതിൽ വടക്കേ ഇന്ത്യയിൽ ഡൽഹി പോലെയുള്ള നഗരങ്ങളിലേക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ചേക്കേറുന്ന ഒരു പ്രവണത കാണുന്നു. അതിനുശേഷം അവർ വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിന് അനുകൂലമായ, അതിന് അനുരണമായ കോഴ്സുകളാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എന്നും പ്രത്യേകമായി നമുക്ക് കാണാവുന്നതാണ്. ഓർക്കൂ, മധ്യ തിരുവിതാംകൂറിന്റെ കാര്യമായിരുന്നു നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. മധ്യ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ചും തിരുവല്ല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിൽ, പത്തനംതിട്ട മുതൽ റാന്നി വരെയുള്ള ബെൽറ്റ്, അല്ലെങ്കിൽ പത്തനംതിട്ട കോഴഞ്ചേരി ആ ഒരു പ്രദേശത്തൊക്കെ അതിഭയങ്കരമായ ഈ കൊഴിഞ്ഞുപോക്കുകളാണ് ഈ സ്ഥാപനങ്ങളിൽ കാണുന്നതും ജനസംഖ്യയിൽ ഉണ്ടാകുന്ന കുറവും അതുതന്നെയാണ്. പ്രത്യേകിച്ചും ഇവിടെ ഇരുദയരാജൻ വ്യക്തമായി സൂചിപ്പിച്ചല്ലോ, സിറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ജനസംഖ്യ വർധനവിലെ ശോഷണം. അത് വളരെ ശരിയാണ്. 2 പേർ, മാതാപിതാക്കൾ 2 പേർക്ക് 1.8 മാത്രമാണ് കുട്ടികൾ. അതായത് അപ്പനും അമ്മയ്ക്കും കൂടെ ചേർന്ന് 2 കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്ത ഒരു അന്തരീക്ഷം. അപ്പൊ ശക്തമായ ജനസംഖ്യ നിയന്ത്രണമുണ്ട്, അതൊരു വശത്ത്. മറുവശത്തെ സിറിയൻ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ വലിയ തോതിലാണ് അവരുടെ പിന്മുറക്കാരെ വിദ്യാഭ്യാസത്തിന്, പ്രത്യേകിച്ചും ടെക്നിക്കൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിന് പുറം നാടുകളിലേക്ക് അയക്കുകയും പിന്നീട് വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുകയും എന്നിട്ട് അവിടെ തന്നെ കുടിയേറുകയും ചെയ്യുന്ന ഒരു പ്രവണത. ഇവിടെ നോക്കൂ, ഇവിടെ 4ാമത്തെ തലമുറ കുടിയേറ്റമാണ് കേരളത്തിൽ നിന്ന് സംഭവിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ കുടിയേറ്റം സംഭവിച്ചിട്ടുള്ളത് മധ്യ തിരുവിതാംകൂറിലെ എറണാകുളം, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ നിന്നുമാണ്. കൊല്ലം ജില്ലയുടെ വടക്കൻ ഭാഗത്തു നിന്നുമാണ് ഏറ്റവും കൂടുതൽ കുടിയേറ്റം സംഭവിച്ചിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ കുടിയേറിയത് സിലോൺ, ഇന്നത്തെ ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ പ്രദേശങ്ങളിലാണ്. അത് സ്വാതന്ത്ര്യത്തിന് മുൻപാണ്. 2ാം വേവ് എന്ന് പറയുന്നത് ഗൾഫിൽ, മധ്യപൗരസ്ത്യ പ്രദേശത്തെ എണ്ണ കണ്ടെത്തിയതിനു ശേഷം ഗൾഫിലേക്കുള്ള കുടിയേറ്റം. 3ാം ജനറേഷൻ എന്ന് പറയുന്നത് 90കളിൽ തുടങ്ങുന്ന, ഒരു 80കൾ 90കളിൽ തുടങ്ങുന്ന ഒരു കുടിയേറ്റ പദ്ധതിയാണ്. ആ ആളുകൾ തിരിച്ചു വരാനുള്ള ആളുകളെ അല്ല, അവർ അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എല്ലാം കുടിയേറുകയും അവിടുത്തെ തന്നെ പൗരത്വം ഉറപ്പിച്ചതിന് ശേഷം അടുത്ത തലമുറ അവിടെ തന്നെ ജനിച്ച് ജീവിച്ച് മൺമറയുകയും ചെയ്യുന്ന ഒരു പതിവാണ് കാണുന്നത്. അപ്പൊ 3ാം തലമുറ. 4ാമത്തെ ഒരു വേവ് എന്ന് പറയുന്നത് ഹൈലി ടെക്നോസെൻട്രിക് വേവ് ആണ്. ആ വേവിനെ കുടപിടിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഉന്നതമായ സാങ്കേതിക വിദ്യകൾ കൈവരിക്കാനുള്ള ആഗ്രഹം, അതിനുശേഷം അവർ അവിടെ തന്നെ തുടർന്ന് പഠിക്കുകയും അവിടെ തന്നെ വിദേശ രാജ്യങ്ങളിൽ തന്നെ ജോലി ചെയ്യുകയും ചെയ്യുന്ന 2020കളിൽ തുടങ്ങിയ ഒരു ട്രെൻഡാണ്. ഈ 4ാമത്തെ ട്രെൻഡ് ഏറ്റവും അധികം ബാധിച്ചു തുടങ്ങിയത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ്. അവിടെ ഡയറക്റ്റ് കൊഴിഞ്ഞുപോക്കുണ്ട്. ഫിസിക്സ്,
സുവോളജി, ബോട്ടണി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിലൊക്കെ അതിദയനീയമായ രീതിയിലാണ് കുട്ടികൾ വന്നു ചേരുന്നത്. 40, 50, 60 സീറ്റുകളുള്ള ഡിഗ്രി ബാച്ചുകളിൽ കേവലം 10 മുതൽ 15 വരെ സീറ്റുകളാണ്. അപ്പോൾ വലിയ തോതിൽ 60% ചില വിഷയങ്ങളിൽ 40-50% കുറവാണ് സംഭവിക്കുന്നത് കുട്ടികൾ എൻറോൾ ചെയ്യുന്നതിൽ. ഇതിനെല്ലാം കാരണമാകുന്നത് അതിശക്തമായ കുടിയേറ്റ പ്രവണത തന്നെയാണ്. ഈ കുടിയേറുന്ന എല്ലാവരും എല്ലാ ശ്വാസത്തിലും പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ തൽക്കാലത്തേക്ക് വിദേശത്ത് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ വെളിയിൽ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ, ഞങ്ങൾ തിരിച്ചെത്തും. പക്ഷെ തിരിച്ചെത്തിയാൽ എന്ത് എന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ് ഇവരുടെ മുൻപിൽ. തിരിച്ചെത്തിയാൽ നമ്മുടെ സംസ്ഥാനത്തിന്, നമ്മുടെ ഭരണകൂടത്തിന്, നമ്മുടെ വ്യവസ്ഥയ്ക്ക് ഇവരെ ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിൽ രംഗത്ത് അക്കോമഡേറ്റ് ചെയ്യാനും വിന്യസിക്കാനും കഴിയുന്ന ഒരു സാഹചര്യമല്ല. സംരംഭകത്വം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നവർക്ക് അതിദയനീയമായ അവസ്ഥയാണ് അവരെ നേരിടുന്നത്. അതുകൊണ്ട് മനസ്സ് മടുപ്പിക്കുന്ന ഈ അനുഭവം തീർച്ചയായും കുടിയേറ്റത്തിന് വലിയ ഒരു പ്രേരണയായി മാറുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്.